ആ കുഞ്ഞിപ്പെണ്ണിന്റെ കരച്ചിലൊന്നും അഗ്നിയുടെ ചെവിയിൽ പതിഞ്ഞില്ല. അവൻ അവളോട് ആ നിമിഷം പകയായിരുന്നു. "ഹും, നീ ഇനി ശബ്ദിക്കരുത്. നിന്റെ ഉള്ളിലിരിപ്പ് എനിക്കറിയാമടി. ആണിന്റെ ചൂടിനു വേണ്ടി. ഛേ, നിനക്കാരടി അധികാരം തന്നത് എന്റെ സ്ത്രേയയുടെ സ്ഥാനത്ത് കയറി കടക്കാൻ? നിനക്കിത് എങ്ങനെയടി ധൈര്യം വന്നത് മോളെ? നിന്നെ ഞാൻ എന്നോണ്ട് കൊല്ലുമടി" എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് അഗ്നി ആ മുറിയിലായി കണ്ണൊന്നു പരതി. അവന്റെ കണ്ണിൽ അപ്പോഴാണ് അവിടെ മൂലയിലായി ഇരിക്കുന്ന വലിയ ഫ്ലവർ വേസ് കണ്ടത്. അവനത് കയ്യിലെടുത്ത് അവൾക്ക് നേരെ പാഞ്ഞെടുത്തു. ഭയവും വേദനയും ജാനിയെ മറ്റൊരവസ്ഥയിലേക്ക് കടത്തിവിട്ടു. "അമ്മ, അമ്മ, അമ്മ, അച്ചായി, അമ്മ, അച്ചായി." രുദ്രയുടെ കരച്ചിലിൽ ആ ജാനി ഇറുക്കിയടച്ച അവളുടെ കണ്ണുകൾ തുറക്കാൻ തന്നെ കാരണമായത്. രുദ്രയുടെ അച്ചായി എന്നൊരു വിളിയിൽ എല്ലാം മറന്ന് അഗ്നി കയ്യിലിരുന്നത് താഴേക്കിട്ടു. ആ ശബ്ദം കൂടെ ആയപ്പോൾ രുദ്രയുടെ കരച്ചിൽ കൂടി. അഗ്നി പിന്നെ ഒന്നും മിണ്ടാതെ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. കുഞ്ഞി കൈകൾ നീട്ടി വലിയ വായി കരയുന്ന രുദ്രയെ കണ്ടപ്പോൾ അത്രയും നേരം താൻ അനുഭവിച്ച വേദനയെല്ലാം എവിടെയോ ഓടി മറിഞ്ഞിരുന്നു ജാനിയുടെ. തന്റെ മാറിലേക്ക് രുദ്രയെ ചേർക്കുമ്പോഴും വേദന കൊണ്ട് നീറിപ്പുകയായിരുന്നു അവൾ. മനസ്സും ശരീരവും വേദന കൊണ്ട് പുകയുമ്പോഴും ജാനി ആ കുഞ്ഞി രുദ്രയെ തന്നോട് കൂടുതൽ കൂടുതൽ ചേർത്തു പിടിച്ചു. രുദ്രയുടെ ഏങ്ങലടികൾ ഒന്ന് കുറഞ്ഞു. അവളുടെ ശ്വാസം ഒരു താളത്തിലായപ്പോഴാണ് ജാനി അവളെ തന്റെ മാറിൽ നിന്നും അടർത്തി മാറ്റിയത്. അപ്പോഴും അവളുടെ കണ്ണുകൾ വാതിലിന്റെ അരികിലേക്ക് പോയി ചെവി വട്ടം പിടിക്കുന്നുണ്ടായിരുന്നു. അഗ്നി അവന്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഭയന്നുകൊണ്ട് തന്നെ. ആ രാത്രിയെ ഇരുട്ടി വെളുപ്പിക്കാൻ ആ കുഞ്ഞിപ്പെണ്ണ് ഒത്തിരി കഷ്ടപ്പെട്ടു. വേദനയും ക്ഷീണവും കാരണം ഓരോ തവണ കണ്ണടയ്ക്കുമ്പോഴും മുന്നേ നടന്ന നിമിഷങ്ങൾ അവളെ ഭയത്തിന്റെ ഭീകരമായ ഒരു പടുകുഴിയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ ഓഫീസ് മുറിയിൽ ഇരുന്ന് മദ്യത്തിന്റെ ലഹരിയിൽ ആയിരുന്ന അഗ്നിയുടെ മനസ്സിൽ ഒരു വിശ്വാസം അപ്പോൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ജാനകി അവളൊരു മോശം പെണ്ണാണ്. മദ്യത്തിന്റെ ലഹരിയിൽ മയങ്ങിയെ തന്നെ വശീകരിക്കാൻ നോക്കിയ വെറുമൊരു ആട്ടക്കാരി. കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യകിരണങ്ങൾ പതിഞ്ഞപ്പോൾ ഒരാശ്വാസമായിരുന്നു ജാനകിയിൽ. ഈ പകൽ വെളിച്ചത്തിൽ ബോധത്തിൽ തന്നെ ഒന്നും ചെയ്യില്ല എന്ന ആശ്വാസം. എന്നാൽ അവളുടെ ആ പ്രതീക്ഷയും അഗ്നി തകർത്തു. നേരിൽ കാണുന്ന ഓരോ നിമിഷവും അവളുടെ മനസ്സും ശരീരവും അവൻ നോവിച്ചുകൊണ്ടേയിരുന്നു. അത് ചോദ്യം ചെയ്യാനോ തടസ്സം പറയാനോ ആരും വന്നില്ല. എല്ലാം തന്റെ വിധിയായി കാണാൻ മാത്രമാണ് ആ കുഞ്ഞിപ്പെണ്ണിന് കഴിഞ്ഞുള്ളൂ. തന്റെ ചേച്ചി കാണിച്ച ചതി അത് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ തനിക്ക് അവിടെ നിന്നും ഒരു മോചനമില്ല, രക്ഷയുമില്ല. രക്ഷ ആഗ്രഹിച്ചാൽ പോലും അത് നടക്കില്ല. അത് അവളും അംഗീകരിച്ചു തുടങ്ങി. ഹൃദയവേദനയുടെയും ഇടയിൽ അവൾക്ക് ആകെ ആശ്വാസം ആ മൂന്ന് സഹോദരങ്ങളും ഡയാനാമയും പിന്നെ ജാനിയുടെ സ്വന്തം രുദ്രയും ആയിരുന്നു. ദിവസങ്ങൾ മാറി മറിഞ്ഞപ്പോൾ ആ 18-കാരിക്ക് രുദ്ര സ്വന്തം മകൾ തന്നെയായിരുന്നു. ഊണിലും ഉറക്കത്തിലും അവൾ രുദ്രയുടെ അമ്മയായി മാറിക്കഴിഞ്ഞിരുന്നു. അഗ്നി കയറി വരുമ്പോൾ അമ്മയും മകളും കൂടെ പാട്ടും ഡാൻസുമായി മുറിയിൽ തന്നെയുണ്ട്. "എനിക്കറിയാടി, നീ വെറും ആട്ടക്കാരിയാണെന്ന്. അതൊന്നും കണ്ട് നിന്റെ മുന്നിൽ വീഴുന്ന പലരും കാണും. അതിലൊന്നും ഈ അഗ്നി വീഴില്ല മോളെ." അവൾ കണ്ണുകൾ നിറച്ച് അവനെ ഒന്ന് നോക്കി. തുടങ്ങി അവളുടെ ഒരു പൂങ്കണ്ണീര്. സകല അവളുമാരുടെയും ആയുധമാണല്ലോ ഇത്. എവിടെ നിന്നാടി നിനക്കൊക്കെ ഇതിനും മാത്രം വരുന്നത്? അല്ലേ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. അത്രയും പറഞ്ഞ് അവൻ പോകുമ്പോഴും അവളുടെ മനസ്സിലേക്ക് ആ രാത്രി നടന്ന കാര്യങ്ങളായിരുന്നു. "നിനക്ക് എത്ര ധൈര്യമുണ്ടടി മോളെ എന്റെ ബെഡിൽ കിടക്കാൻ? നിന്നോട് ഞാൻ പറഞ്ഞതാരോട്? എന്റെ ശ്രേയ, അവൾക്ക് മാത്രമാണ് ഇതിന് അവകാശം. ഞാൻ ഞാൻ അറിയാതെ മോൾ ഉറക്കം ഞാൻ..." "വീണ്ടും കള്ളം പറയാൻ നോക്കുന്നോടി. എനിക്കറിയാം നീയും നിന്റെ ചേച്ചിയും നിന്റെ അമ്മയും ഒന്നും ശരിയല്ലെന്ന്. ആണിന്റെ ചൂടില്ലാതെ നിനക്ക് പറ്റില്ലല്ലേടി. അതിനല്ലേ ഇത്രയും നേരം എന്റെ അനുവാദം പോലും ഇല്ലാതെ നീ ഇവിടെ കടന്നത്." അഗ്നിയുടെ വായിൽ നിന്നും അന്ന് രാത്രി വീണ വിഷം ഇപ്പോഴും ആ കുഞ്ഞിപ്പെണ്ണിനെ ആകെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ബാക്കി പത്രം എന്നോണം ഇന്നും അവൻ വേദനിപ്പിക്കുന്നു. ഇതിലെവിടെയാണ് താൻ ചെയ്ത തെറ്റ്? ജാനകിക്ക് എന്നും അറിയില്ല.
ക്ഷീണവും വേദനയും കാരണമാണ് ആ നിമിഷം അവിടെ കിടന്നത്. ഉറങ്ങിപ്പോയി. അദ്ദേഹത്തിനെ എതിർക്കാൻ എത്രയോ തവണ ശ്രമിച്ചു. പ്രതിരോധിക്കാൻ ശ്രമിച്ചില്ലേ? എത്രയോ പ്രാവശ്യം തള്ളി മാറ്റാൻ ശ്രമിച്ചിരിക്കുന്നു. എന്നാൽ അതൊന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകളിലില്ല. നിർവികാരതയോടെ അവൾ അങ്ങനെയിരുന്നു. ജാനകിയുടെയും അഗ്നിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസം ഒന്നാകുന്നു. ദേവർമഠത്തിലെ നിയമങ്ങളും ആളുകളെയും എല്ലാം ജാനകിയും അംഗീകരിച്ചു. അതിനോട് ഇണങ്ങി ജീവിച്ചു തുടങ്ങി. ഹേമയും അഗ്നിയും സംയുക്തയും ഒഴിച്ചാൽ ബാക്കി എല്ലാവരുമായി ജാനകിക്ക് ഇപ്പോൾ തെറ്റില്ലാത്ത ഒരു ബന്ധമുണ്ട്. അതാണ് ജാനകിയുടെ ജീവനാഡി. നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാൻ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഡയാനാമ്മ തന്നെയുണ്ട്. കൃഷ്ണ, പൂജ, ഇന്ദു, ജാനകിയുടെ ചങ്കും കരളും മത്തങ്ങയും ഒക്കെയാണിവർ. സ്കൂൾ പഠനകാലത്ത് തനിക്ക് നഷ്ടമായ സൗഹൃദം അതെന്നും ഇവരിലൂടെയാണ് താൻ മുന്നോട്ട് കാണുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ തന്റെ വിഷമങ്ങൾ മറികടക്കാൻ അതൊരു കാരണമാവുകയും ചെയ്യുന്നുണ്ട്. പൂജ തന്റെ അനുജത്തിക്കുട്ടിയാണ്. കൃഷ്ണയും ഇന്ദുവും തന്റെ സ്വന്തം സഹോദരങ്ങൾ തന്നെ, തന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അതുകൊണ്ട് തന്നെ കൃഷ്ണയുടെയും ഇന്ദുവിൻ്റെയും തന്നെ പുതിയ പുതിയ ഓരോ കാര്യങ്ങളും അവർ ദിവസങ്ങളോളം പഠിപ്പിച്ചു തരുന്നുണ്ട്. അവർ പോകുന്ന കോളേജിലെ ഓരോ വിശേഷങ്ങൾ പറയുമ്പോഴും താനും മനസ്സിൽ അതെല്ലാം കാണുന്നുണ്ട്. ആ കോളേജും കൂട്ടുകാരും പുസ്തകങ്ങളും ടീച്ചേഴ്സും ആഘോഷങ്ങളും അങ്ങനെയെല്ലാം. ഈ വിവാഹം നടന്നില്ലായിരുന്നു എങ്കിൽ താനും ഇന്ന് ഏതെങ്കിലും ഒരു കോളേജിൽ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വിധി, അതിനെ മറികടക്കാൻ തനിക്കാവില്ലല്ലോ. അതിലൊക്കെ ഏറെ കൃഷ്ണയുടെ പാർട്ട്ണർ, അതാണിന്ന് താൻ. ഇന്ന് ജാനകി അവന്റെ അസൈൻമെന്റ്, റെക്കോർഡ് എല്ലാം ജാനകിയുടെ ഡിപ്പാർട്ട്മെന്റാണ്. അതിനുള്ള പാരിതോഷികം എന്നത് എല്ലാ ശനിയാഴ്ചയും ജാനകിയെ അമ്പലത്തിൽ കൊണ്ടുപോകുന്നത് കൃഷ്ണയുടെ ഡ്യൂട്ടിയാണ്. അത് വെറുമൊരു അമ്പലത്തിൽ പോക്ക് എന്ന് പറഞ്ഞാൽ കള്ളമാണ്. അഞ്ചും കൂടെ നാട് മൊത്തം നിരങ്ങി ഒരു നേരത്താണ് വീട്ടിൽ കയറുന്നത്. ഇടയ്ക്കുള്ള ആനന്ദവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ അഗ്നിയുടെ വായിൽ നിന്ന് പൂരപ്പാട്ടും കൊടുങ്ങല്ലൂർ ഭരണിയും എന്നും നടക്കുന്നുണ്ട്. ശനിയാഴ്ചകളിൽ അതിന്റെ നീളം കുറച്ചുകൂടി അങ്ങ് നീളം, ഒരു 15 മിനിറ്റോളം. അപ്പോൾ ഇത് സ്ഥിരമായതുകൊണ്ട് രുദ്രയുടെ ചുംബനങ്ങളും കെട്ടിപ്പിടിക്കലുകളും കളിയും ചിരിയും ജാനിക്കൊരു മരുന്നായി മാറിക്കഴിഞ്ഞിരുന്നു. ഹേമയും സംയുക്തയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ജാനിയെ വിഷമിപ്പിക്കാനും കുത്തിനോവിക്കാനും ശ്രമിക്കും. അതിൽ നിന്ന് അവൾക്ക് എപ്പോഴും രക്ഷ ഒരുക്കുന്നത് രുദ്രയും ഇന്ദുവും തന്നെയാണ്. സംയുക്തയുടെ കൂട്ടുകാർ വീട്ടിൽ വരുമ്പോൾ ജാനിയെ കൂടുതൽ കളിയാക്കുന്നത് പട്ടിക്കാട്ടുകാരി, വില്ലേജ് ഗേൾ, അങ്ങനെ പല ഓമന പേരുകളും ഇട്ടിട്ടാണ്. അവൾ അവർക്ക് ഒരു ചിരിയോടെ നിൽക്കുന്നതല്ലാതെ തിരിച്ചൊന്നും പറയാനോ ചോദിക്കാനോ ഒന്നിനും പോവില്ല. ആരോടും നല്ലതിനും ചീത്തയ്ക്കും ഒന്നും പോകാറില്ല. എന്നാൽ ഇതിനുള്ള പരിഹാരം കാണുന്നത് അവളുടെ ക്രൈം പാർട്ട്ണറാണ് കേട്ടോ. വേറാര്, നമ്മുടെ കൃഷ്ണ തന്നെ. 100 നാരങ്ങയുടെ ഗുണവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വീഴ്ചകളുമായി കൃഷ്ണ സംയുക്തയ്ക്കും പണി കൊടുത്തുകൊണ്ടിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഓരോ ദിവസം ചെല്ലുന്തോറും രുദ്രയുടെയും ജാനകിയുടെയും ആ 3 സഹോദരങ്ങളുടെയും സ്നേഹം കൂടിക്കൊണ്ടിരുന്നു. അതിന് അതിർവരമ്പുകളോ സീമന്തവരകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ട് പെൺകുട്ടികളുടെയും ജീവിതം എന്തായി, എങ്ങനെയായി എന്നൊന്നും അറിയാതെ തിരക്കാൻ പോലും കഴിയാതെ ഭാഗ്യദോഷിയായ ഒരമ്മയായി പോയതിൽ ഓരോ നിമിഷവും സുലോചന വേദനിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ആഴ്ചകൾ പലകുറി കഴിഞ്ഞു. ജാനകി എന്ന തന്റെ പുണ്യം തന്റെ കയ്യിൽ നിന്ന് ഇന്ന് ഒത്തിരി അകലെയാണ്. കൂടെയുണ്ടായിരുന്നപ്പോൾ ശരിക്കൊന്ന് കാണാനോ സ്നേഹിക്കാനോ തനിക്കായില്ല. അവളുടെ കഴിവുകളോ ഒന്നും താൻ കണ്ടിട്ടുമില്ല. തന്റെ ഭർത്താവ് തന്നോട് ചെയ്ത ചതി അത് അവളുടെ മുകളിൽ കെട്ടിവെക്കാനായിരുന്നു കൂടെയുണ്ടായിരുന്ന നിമിഷങ്ങളിലെല്ലാം താൻ ശ്രമിച്ചിരുന്നത്. അന്നെല്ലാം തന്റെ പോക്കും നോക്കും എല്ലാം കാക്കപ്പൊന്നിന്റെ പുറകെയായിരുന്നു. അവൾക്കായി എല്ലാം സമ്പാദിച്ചു, അവൾക്കായി എല്ലാം ചെയ്തു. എന്നിട്ട് അവൾ തന്നോട് ചെയ്തതെന്താണ്? അവൾ ആ ഒരാൾ കാരണമാണ് തന്റെ കയ്യിലിരുന്ന നിധി പോലും ഇന്ന് നഷ്ടമായത്. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഇപ്പോൾ ജീവിക്കുന്നു. ഈ ഒരു നില വീട്ടിൽ വെറും അനാഥപ്രേതം പോലെയുള്ള ഈ ജീവിതം ശരിക്കും താനും മടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്നാലും എന്നെങ്കിലും തന്റെ മക്കൾ വരുമെന്ന വിശ്വാസത്തിന് മുകളിലാണ് തന്റെ ജീവിതം ഇപ്പോൾ. മുറ്റത്തേക്ക് നോക്കുമ്പോൾ അവിടെ പൂത്തു നിൽക്കുന്ന ചെത്തിയും ചെമ്പരത്തിയും റോസയും എല്ലാം ഇപ്പോൾ തന്നോടൊരു കഥ പറഞ്ഞു തരുന്നുണ്ട്. ജാനകിയുടെ കഥ.
അവളുടെ സങ്കടത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും ഒറ്റപ്പെടലിന്റെയും എല്ലാമായ കഥ. എന്നാൽ മറ്റൊരിടത്ത് മധുവിധുവിന്റെ മധുരമെല്ലാം കയ്പായി തുടങ്ങിയിരുന്നു. വിഷ്ണു, ഇനിയും ഇങ്ങനെ ഹോട്ടലിൽ തന്നെ കഴിയാനാണോ നിന്റെ ഭാവം? മാസം ഒന്ന് കഴിഞ്ഞു എന്നെ കൂട്ടി ഈ ഹോട്ടൽ മുറിയിൽ കയറിയിട്ട് വെളിലോകം ഒന്ന് കാണുന്നത് പോലുമില്ല ഞാൻ. എപ്പോഴും ഊണും ഉറക്കവും എല്ലാം ഇവിടെ തന്നെ. ശരിക്കും എനിക്ക് മടുത്തു വിഷ്ണു. ഇത് ശരിയാവില്ല ഇനി അങ്ങോട്ട്. നീ എന്തിനാ ജിയ വെറുതെ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത്? നിന്നോട് എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. അന്നേരം നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നല്ലോ. പിന്നെ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെ തന്നെ ആഘോഷിക്കുന്നത്. അതിനങ്ങ് ഊട്ടി പോണമെന്നൊന്നും ഇല്ല. നിന്നോട് ഞാൻ ഊട്ടി കൊണ്ടുപോകാനോ ഷിംലയിൽ കൊണ്ടുപോകാനോ ഒന്നും പറഞ്ഞില്ല. ഈ ഹോട്ടലിനും നിന്ന് എനിക്കൊന്ന് പോണം. ഇന്ന് തന്നെ ഇന്ന് തന്നെ നീ എന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോയേ പറ്റൂ. അതിൽ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന 17 ലക്ഷം രൂപയാ നീ ഇപ്പൊ പൊടിച്ചു തീർത്തത്. എനിക്കറിയില്ല ഒരു മാസം കൊണ്ട് ഇപ്പൊ പോക്കറ്റ് കാലിയാ ഇതെങ്ങനെയാണെന്ന്. ഓഹോ, ഇപ്പൊ ഞാൻ നിന്റെ കാശ് മുഴുവൻ തീർത്തവനെ. കൊള്ളാമല്ലോടി നീ. നീ ഇത്രയും വലിയൊരു 5 സ്റ്റാർ ഹോട്ടൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാ? ഇവിടെ കേറിയിട്ടെങ്കിലും ഉണ്ടോ? ജിയ, ഇവിടെ ഇതുപോലെ സുഖമായി ജീവിക്കുമ്പോൾ ക്യാഷിന്റെ ചെലവ് ഉണ്ടാകും. എന്റെ വിഷ്ണു, ഞാൻ നിന്റെ ഈഗോ ഇളക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഒന്നും. നമ്മൾ ഇവിടെ ഇനി ഇങ്ങനെ കഴിഞ്ഞാൽ കൊടുക്കാൻ ക്യാഷ് എവിടെയാ? ഇനി ആകെയുള്ളത് കല്യാണത്തിനിടാൻ എനിക്ക് വേണ്ടി തന്ന സ്വർണം മാത്രമാ. അതുകൂടെ ഇങ്ങനെ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? നമ്മുടെ ബാക്കി ജീവിതത്തിന് എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അത്രയും പറഞ്ഞ് അവൾ ഒരു തളർച്ചയോടെ ആ ബെഡിലേക്ക് ഇരുന്നു. നിന്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം വിഷ്ണു. അവിടെ എന്ത് കഷ്ടപ്പാടാണേലും ഞാൻ സഹിച്ചോളാടാ. നമുക്കതല്ലേ നല്ലത്. നിനക്കെന്താ ജിയ, ഞാൻ ഇത്രയും പറഞ്ഞതൊന്നും തലയിലോട്ടൊന്നുമല്ലേ കേറിയത്. ഇപ്പൊ എന്റെ വീട്ടിലോട്ട് ചെന്ന അപ്പനും അമ്മയും ഇതിനൊന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിന്റെ തലയിലോട്ടൊന്ന് കേറ്റ്. നിന്റെ വയറ്റില് നമ്മുടെ ഒരു വാവ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ പിരിക്കാൻ കഴിയില്ലടി. അതെങ്കിലും മനസ്സിലാക്കി എന്റെ കൂടെ ഒന്ന് സഹകരിക്കാൻ നോക്ക് നീ. അവൾക്കൊന്ന് ആലോചിക്കാൻ പോലും സമയം കൊടുക്കാതെ വിഷ്ണു ജയയുമായി അവളുടെ മനസ്സിലെ പല ചിന്തകളെയും മാറ്റിമറിച്ചുകൊണ്ട് അവിടെ മുഴുവൻ പ്രണയവും കാമവും അവൻ നിറച്ചു തുടങ്ങി. ഒരു നിമിഷം കൊണ്ട് അവന്റെ നോട്ടത്തിലും പ്രവൃത്തിയിലും ആ പൊട്ടിപ്പെണ്ണിന് പിന്നീട് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലുള്ള അഭിനയമാണ് അവൻ മുന്നോട്ട് കാഴ്ചവെച്ചത്. വിഷ്ണുവെന്ന കുറുക്കൻ അവളുടെ ചോര കുടിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഹേമയുടെയും സംയുക്തയുടെയും പോര് ശക്തിശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്കടുത്തേക്ക് മൂന്നാമത് ഒരു യക്ഷി കൂടി കടന്നു വരുന്നത്. ചാന്ദിനി. ജാനിയും രുദ്രമോളും കളിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കടുത്ത് തന്നെയായി ഒരു കസേരയിലിരുന്ന് പഠിക്കുകയാണ് പൂജ. എന്റെ പൂജ, നീ ഇങ്ങനെ മോളുടെ കളിയും നോക്കിയിരുന്ന ഈ കെമിസ്ട്രി എക്സാമിന് ആന മുട്ട കിട്ടും നിനക്ക്. മൈ ഡിയർ സില്ലി ഗേൾ, നീ എന്റെ കൂടെ ഉള്ളപ്പോൾ ഈ പൂജയ്ക്ക് ഒരിക്കലും തോറ്റ ചരിത്രം കേൾക്കേണ്ടി വരില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തന്നെ ഷോൾഡർ ഒന്ന് അനക്കി. നിന്റെ ഏട്ടത്തിയമ്മയാണെന്നുള്ള പരിഗണനയെങ്കിലും എന്നോടൊന്ന് കാണിക്കെന്റെ പൂജ. പരിഗണന അതൊക്കെ തരണമെങ്കിൽ മര്യാദയ്ക്ക് എന്റെ മോള് വന്ന് കെമിസ്ട്രി എന്റെ തലയിലൊന്ന് കെറ്റിത്താ. ഈ കുന്തപ്പനാണ്ടി കണ്ടപ്പോൾ തന്നെ എനിക്കാകെ ഉറക്കം വരിക. എന്റെ ദേവി, ഈ സാധനത്തിന് എന്തിനാ നീ സ്കൂളിൽ കിട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി രുദ്രയുടെ ഒരു കളിപ്പാട്ടം കൊടുത്തിരുത്തി. പൂജയുടെ കെമിസ്ട്രി നോട്ട് കയ്യിലേക്ക് എടുത്തു വാങ്ങി. പൂജ, ഇത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. കുറച്ച് ശ്രദ്ധിച്ച ഫുൾ മാർക്ക് നിനക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങോട്ട് ഓർഗാനിക് കെമിസ്ട്രിയുടെ യുദ്ധം നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവരുടെ മുന്നിലേക്ക് ഒരു കാറ് വന്നു നിന്നത്. എന്റെ ദേവി, ഇനി ഇതേത് വയ്യാവേലിയാണ് എന്റെ സമാധാനം കളയാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ജാനകിയും പൂജയും ആ കാറിന്റെ മുന്നിലേക്കൊന്ന് നോക്കി. ഡ്രൈവർ സീറ്റ് തുറന്ന് ഒരു കാൽ വെളിയിലേക്ക് വെച്ചു. ഹൈ ഹീൽ ചെരുപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പെണ്ണാണെന്ന്. അതും കൂടാതെ അവളുടെ നെയിൽ പോളിഷിന്റെ കളറും ഭംഗിയും നോക്കിയിരിക്കുമായിരുന്നു പൂജ. ചാന്ദിനി. പൂജയുടെ ചുണ്ടുകൾ ചലിച്ചു. ആരാണെന്നറിയാതെ ജാനകി പൂജയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ആരാ അത്? ജാനകി പതുക്കെ പൂജയോട് ചോദിച്ചു. ഏട്ടത്തി, ഇത് ചാന്ദിനി, ശ്രേയച്ചിയുടെ അനിയത്തിയാണ്. ഇവരിവിടെ ഇല്ലായിരുന്നു. പുറത്തെന്തോ പഠനോ ജോലി എന്തോ കോപ്പാണ്. ആണോ? ഞാൻ ഇവരെ ആകെ കണ്ടത് അഗ്നിയേട്ടന്റെ കല്യാണത്തിനാണ്. പിന്നെ ശ്രേയച്ചിയുടെ മരണത്തിനും. പിന്നെ കണ്ടിട്ടില്ല.
അഗ്നിയുടെയും സംയുക്തയുടെയും ഒക്കെ ആണ് ഈ കമ്പനി. ഉം. ഒന്ന് മൂളുക മാത്രം ജാനി ചെയ്തു. അവളും മനസ്സിലിരുന്ന് ഓരോ പറയും പോലെ. മോളെ ജാനകി, നിനക്കുള്ള പണിയാണിത്. ചാന്ദിനി കാറിൽ നിന്ന് ഇറങ്ങി നേരെ നോക്കിയപ്പോൾ തന്നെ കണ്ട് അവിടെ ഇരിക്കുന്ന പൂജയെയും ജാനകിയെയും, അവരുടെ ഇടയ്ക്ക് ചിരിയോടെ നിൽക്കുന്ന രുദ്രയെയും. അപ്പോൾ നീയാണ് എൻ്റെ സ്ഥാനത്തേക്ക് വന്ന പുതിയ അവതാരം. ഹും, നിന്റെ ചേച്ചിക്ക് കൊടുത്തതിന് ബാക്കി ഞാൻ നിനക്ക് തരാം. അതിനാണ് ഈ ചന്തു വന്നത്. അവളൊരു ചിരിയോടെ അവർക്കടുത്തേക്ക് നടന്നു. നിന്നെ സോപ്പിടേണ്ടത് ഇപ്പോൾ എൻ്റെ ആവശ്യമായി പോയി രുദ്ര. അഗ്നിയുടെ മനസ്സിൽ കയറാൻ നീയാണ് വഴി. ഇതും മനസ്സിൽ കരുതി ചന്തു അവർക്ക് അരികിലേക്ക് എത്തി. ഹായ് മോളെ, നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ നിന്റെ ചെറിയമ്മയാണ്. മോൾ അമ്മയെന്ന് വിളിച്ചോ. നീ പോരി, നീ വെള്ളപ്പൂതം, എൻ്റെ അമ്മ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് രുദ്ര ജാനകിയുടെ നേരെ കൈനീട്ടി. നീ കൊള്ളാമല്ലോടി പെണ്ണെ. ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. അതിനുള്ളിൽ തന്നെ എൻ്റെ ചേച്ചിയുടെ മോളെ നീ വളച്ചെടുത്തു അല്ലേ? നോക്ക്, പണ്ട് എന്നോട് എത്ര സ്നേഹമുണ്ടായിരുന്ന രുദ്രമോളാണ് ഇപ്പോൾ എന്നെ ഭൂതം എന്നൊക്കെ വിളിക്കുന്നത്. ഇതെല്ലാം നിന്റെ പഠിപ്പീരിൻ്റെയാണ്. അയ്യോ അല്ല, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല മോള്. അത് വെറുതെ. നീ കൂടുതൽ ശീലാവധിയൊന്നും കളിക്കണ്ട. നിന്നെയും നിന്റെ കുടുംബക്കാരെയും കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഈ ചന്തു ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ചന്തു അത്രയും പറഞ്ഞപ്പോഴേക്കും തന്നെ ജാനകിയുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങിയിരുന്നു. ചേച്ചി എന്തിനാ വന്നിട്ട് വെറുതെ ചേട്ടത്തിയോട് വഴക്കിന് വരുന്നത്? ഏട്ടത്തി രുദ്രമോളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ചേച്ചിയുടെ മുഖത്തുള്ള പൊട്ടി ഇച്ചിരി കൂടുതലാ, അത് കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതായിരിക്കും. നീയും കൂടുതൽ നെഗളിക്കേണ്ട പൂജ. നിനക്കറിയില്ല ഈ ചന്തുവിനെ കുറിച്ച്. നിങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടും എനിക്കൊന്നും കിട്ടാനില്ല. പുസ്തകം മൊത്തം തീർക്കട്ടെ, എന്നിട്ടല്ലേ നിങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. പിന്നെ മമ്മൂട്ടി വടക്കൻ വീരഗാഥയിൽ പറഞ്ഞ പോലെ ചതിക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ ഈ ചന്തു? എടി നിന്നെ ഞാൻ പെണ്ണും പിള്ളേ, എടി പോടി എന്നൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ വിളിച്ചോണം. അല്ലാതെ എന്നോട് ചൊറിയാൻ വന്നാലുണ്ടല്ലോ, നിങ്ങൾ അറിയും ഈ പൂജ ആരാണെന്ന്. നോക്കടി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഇനി കുറച്ച് ദിവസം. നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. നിങ്ങൾ കുറെ നോക്കും. എന്താണെങ്കിലും ഒന്ന് ഉറപ്പിച്ചോ, നിങ്ങളും മര്യാദ പഠിച്ചിട്ടേ ഈ വീട്ടിൽ നിന്നും ഇനി പോകൂ. മതി പൂജ, പ്രായത്തിൽ മൂത്തവരോട് നീ എന്തൊക്കെയാ പറയുന്നത്? ഏട്ടതിയൊന്നും മിണ്ടായിരിക്കും. ചുമ്മാ ഇവര് വന്ന് കയറിയതല്ലേ, എന്നിട്ട് മിണ്ടാതിരിക്കും. ഇവരെ നമുക്ക് സമാധാനം തരില്ല. ചന്തു, നീ എന്തിനാ ഈ മാക്രികളോട് സംസാരിച്ചിട്ട് നിന്റെ സമയം കളയണ്ട. കയറി വരാൻ നോക്ക്. ഞാൻ എത്ര നേരമായി നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാനും വരുവാ സായു. മോളെ കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോഴല്ലേ ഈ അഹങ്കാരികളുടെ. ഇത് രണ്ടും ശരിയല്ല. ഇനി അവർക്ക് വാല് പോലെ 2 കൂടിയുണ്ട്. അതുങ്ങൾ ഇതിലും വലുതാണ്. നീ ഇനി വരാൻ നോക്ക്. 4-നുമുള്ള പണി നമുക്ക് ഒന്നിച്ചങ്ങ് കൊടുത്തേക്കാം. രണ്ടുപേരെയും ഒന്നുകൂടെ നോക്കിയിട്ട് ചന്തു സായുവിനൊപ്പം അകത്തേക്ക് നടന്നു. ബുൾഷിറ്റ്. നിന്നെയൊക്കെ എന്തിനാണ് ഇവിടെ ഞാൻ ശമ്പളം നൽകി ഇവിടെ നിർത്തിയേക്കുന്നത്? സാർ ഞാൻ. നീ മിണ്ടരുത് അരുൾ. എനിക്ക് വേണ്ടത് ന്യൂ ഐഡിയ, അല്ലാതെ നിന്റെ തോന്നലുകളല്ല. സോറി സാർ. ക്ലയന്റ് വരാൻ ഇനി 3 മണിക്കൂർ ടൈമുണ്ട്. അതിനുള്ളിൽ നിന്റെ വർക്ക് എനിക്ക് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ നിനക്കിനി ഈ വീട്ടിലിരിക്കാം. ഗെറ്റ് ലോസ്റ്റ് ഇഡിയറ്റ്. അരുൾ ക്യാബിൻ്റെ നിന്ന് ഇറങ്ങിയപ്പോൾ അഗ്നി തൻ്റെ ദേഷ്യം മുഷ്ടി ചുരുട്ടി മേശയിലിടിച്ചു. അല്ല അന്ന, നിനക്ക് ഈ പ്രോജക്റ്റ് കിട്ടുമെന്ന് നീ കരുതണ്ട. ഇതിന് ഈ അഗ്നി ജീവനോടിരിക്കുമ്പോൾ സമ്മതിക്കില്ല. നീ ഇതുവരെ കണ്ടതും കേട്ടതുമല്ല റിയൽ കളി. മോളിനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. നല്ല ആമ്പിള്ളവരോട് കളിച്ചാൽ ഉണ്ടാകുന്ന പണി, നല്ല 32ൻ്റെ പണി. അതിനുവേണ്ടി കാത്തിരുന്നോ നീ? ഇത് അഗ്നിയാണ്. അടുത്താ നീ പൊള്ളും മോളെ, പൊള്ളിക്കും നിന്നെ ഞാൻ. എന്നതാ അരുൾ, അകത്ത് ഭൂകമ്പം നടന്നതുപോലെ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ ഗിരി, ഒന്നും പറയണ്ട. ആ ഒറ്റയാന് മതമിളകിയിരിക്കുക. അതുകൊണ്ട് കണ്ടാലും അങ്ങേര് തുള്ളും. ഇന്ന് തുള്ളിയത് പുതിയ പ്രോജക്റ്റ്, അതും കയ്യിൽ പിടിച്ചുകൊണ്ട്. എൻ്റെ മോനെ, നീ ഇവിടെ പുതിയതല്ലേ, അതുകൊണ്ടാണ്. അതെന്താ ഗിരി? ലാപ്പിൽ നിന്ന് കണ്ണു പിൻവലിച്ചുകൊണ്ട് അരുൺ ചോദിച്ചു. മോനെ അരുൾക്കുട്ടാ, നമ്മുടെ ബോസ് അഗ്നി എന്ന ഈ കാണ്ടാമൃഗത്തെ കോളേജ് കാലത്ത് പുറകെ നടന്ന് പ്രേമിച്ച ഭൂലാന്തേവിയാണ് ഈ ആൻമരിയ. എന്നിട്ടെന്താ, ഇങ്ങേരൊരു നോ പറഞ്ഞു.
എന്നിട്ട് പോരാഞ്ഞിട്ട് ഇങ്ങേര് അവർക്ക് എന്തോ പണി കൊടുത്തു. ആ പണി ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ദേ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് നല്ല ബിസിനസ് നടക്കുന്നുണ്ട്. എന്റെ മുരുകാ, നീ ഈ രണ്ട് പിശാചുക്കൾക്കിടയിലിട്ട് എന്നെ കൊല്ലാക്കൊല ചെയ്യുന്നത്. അരുൾ ദൈവത്തെ വിളിച്ചുപോയി. നീ മുരുകനെ വിളിക്കാതെ തന്ന പണി ചെയ്യടാ കുട്ടാ, അല്ലെങ്കിൽ നിന്റെ ചീട്ട് ആ കൊമ്പൻ കീറും. ചന്തു, ഇനി നീ പറ, എന്താ നിന്റെ പ്ലാൻ? നീയും കണ്ടില്ലേ ആ പിശാച് പെണ്ണിനെ? ഇവിടെ എല്ലാവരെയും കയ്യിലാക്കി വെച്ചേക്കുവാ മൂദേവി. കാണാൻ കൊള്ളാം, ചേച്ചിയിലും കൊള്ളാം അല്ലേ? അനുജത്തി, മുംബൈയിൽ എത്തിച്ചാൽ നല്ല കാശ് തടയും. ചന്തു, നീ ഇതിനിടയിൽ അതും ആലോചിച്ചോ പെണ്ണെ? സായു കസേരയിലേക്ക് ഇരുന്ന് യിലേക്ക് കൈയിരുന്ന് ഷോൾ വലിച്ച് എറിഞ്ഞു കട്ടിലിൽ ഇരിക്കുന്ന ചന്തുവിന്റെ അടുത്തേക്ക് നീങ്ങി. എല്ലാം നോക്കണ്ടേ, എന്നാലല്ലേ പറ്റൂ. ഫോണിൽ കാണുന്നതിലും ഉണ്ട്. എന്ത്? സായു ചന്തുവിന് നേരെ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് താന്നു വന്നു. ഓ, ഒന്നും അറിയാത്ത പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്തു സായുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് കട്ടിലിലേക്ക് മലർന്നു വീണു. ഇരുവരുടെയും ശരീരങ്ങൾ ഒന്ന് കൂട്ടിയുരഞ്ഞു. ഫോൺ കോളിൽ മാത്രം ഒതുങ്ങി നിന്ന അവരുടെ ആ ലഹരി ഒരു നിമിഷം അവിടെ ഉയർന്നു. പരസ്പരം മത്സരമായിരുന്നു അവർക്കിടയിൽ. വാശിയോടെ ചുണ്ടുകൾ കടിച്ചു നുണഞ്ഞും ശരീരത്തിന്റെ പല ഭാഗത്തായി വിരലുകൾ അമർത്തി തുടങ്ങി. രണ്ടുപേരിലും അഗ്നി ആളിക്കത്തിക്കൊണ്ടിരുന്നു. അതിന് ചൂട് പകർന്നുകൊണ്ട് ഇരുവരുടെയും നിശ്വാസങ്ങൾ അവിടെ ഉയർന്നു. പിന്നെ ഇരുവരുടെയും വസ്ത്രങ്ങൾ കാറ്റിൽ പറത്തി ഇരുവരും പുതിയൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. മണിക്കൂറുകൾ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഇരുവരുടെയും നിശ്വാസങ്ങൾ മാത്രമായിരുന്നു. ഇരുവരും വിയർത്ത് ഒലിച്ച് അവരുടെ നിർവൃതിയോടെ കിടന്നു. നീ ഹാപ്പിയായോടി സായു? ഒത്തിരി. ആദ്യമായാണ് ഇങ്ങനെയാൽ. ആണോ? അപ്പോൾ ഞാൻ ലക്കിയാണല്ലോ. ഇനി എന്നും നിനക്ക് ഈ സുഖം ഞാൻ തരാടി, അത് മതിയോ? മതി, ഞാൻ ഹാപ്പിയാണ്. അഗ്നി, അവനെ എനിക്ക് വേണം. ഞാൻ കെട്ടി ഇങ്ങോട്ട് വന്നാൽ നിനക്കെന്നും ഈ സ്വർഗം ഞാൻ കാണിച്ചു തരാം മോളെ. ചന്തു അത് പറഞ്ഞവസാനിച്ചപ്പോൾ തന്നെ സായു അവളുടെ ചുണ്ടുകളിലേക്ക് ചേക്കേറിയിരുന്നു. വീണ്ടും അവിടെ തുടങ്ങുകയായിരുന്നു അവരുടെ യുദ്ധം. നാലംഗ സംഘം കുളക്കടവിൽ ചർച്ചയിലാണ്. അതിന് പ്രധാന കാരണം ചാന്ദിനിയുടെ ഇന്നത്തെ പെർഫോമൻസ് തന്നെ. പൂജയാണെങ്കിൽ കുളത്തിലേക്ക് കാലുമിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുകളിലാണ് ജാനകി ഇരിക്കുന്നത്. അവളുടെ മടിയിൽ എന്തൊക്കെയോ കേട്ടുകൊണ്ട് നമ്മുടെ രുദ്രമോളുമുണ്ട്. കൃഷ്ണ, ഇന്ദു പിന്നെ ഈ പടിക്കെട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് കഥ മുഴുവൻ കേൾക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്റെ ജാനി, നിനക്ക് ഞാൻ എത്ര തവണ പറഞ്ഞു തന്നിട്ടുണ്ട്, ആവശ്യമില്ലാത്ത ആരെങ്കിലും തോണ്ടാൻ വന്നാൽ തിരിച്ചു പറഞ്ഞേക്കണം. അല്ലാതെ ഇനി ഇതുപോലെ നിന്നാൽ നീ എന്റെ കയ്യിൽ നിന്നും വാങ്ങും പെണ്ണെ. എന്റെ ഇന്ദുവേച്ചി, ഏട്ടത്തിക്ക് പകരം ഞാൻ കൊടുത്തു, അതുകൊണ്ട് ഇനി അതേ കയറി പിടിക്കാതെ. കയറി പിടിക്കാനല്ല പൂജ. സായു ഹേമയന്റെ മാത്രമായിരുന്നു ഇതുവരെ പ്രശ്നം. അവരെ അഗ്നിയേട്ടന്റെ പേര് പറഞ്ഞാൽ ഒതുങ്ങും. എന്നാൽ ഇവിടെ അതല്ല. നീ പറഞ്ഞത് കറക്റ്റാണ് ഇന്ദു. ചാന്ദിനി അതൊരു ഡേഞ്ചറാണ്. എപ്പോ വേണേലും എന്തു വേണമെങ്കിലും നടക്കും. അവളൊരു സാധാരണ പെണ്ണല്ല എന്നുള്ള ബോധം നമുക്ക് വേണം. എന്തൊക്കെ പ്ലാൻ ചെയ്താണ് ആൾ